സ്വന്തം അമ്മാവനും എനിക്കും എതിരെ കേസ് കൊടുത്തിട്ട് വീണ്ടും വന്നിരിക്കുക. ഒരു നാണം ഇല്ലാതെ അവകാശം പറയാൻ. ഞാൻ അവകാശം പറയാൻ വന്നാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞ? ഞാൻ അവകാശം പറയാൻ വന്നതല്ല, ഉപദേശം തരാൻ വന്നതാ. ഉപദേശോ? അതും നീ. നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എനിക്ക് ഉപദേശം തരാൻ? എനിക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് കണക്കെടുപ്പ് നടത്തി അത് ബോധിപ്പിക്കാനല്ല ഞാൻ വന്നേ. ശ്രീയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോ അമ്മ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. രാജുവേട്ടന്റെ അമ്മായച്ചൻ, അതായത് ഋതികയുടെ അച്ഛൻ, അദ്ദേഹം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാ. അദ്ദേഹം ഇപ്പോ രാജുവേട്ടന്റെ വീട്ടിലുണ്ട്. അത് മറന്ന് ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയ അമ്മ ദുഃഖിക്കേണ്ടി വരും. ഹരീഷേ, നീ അമ്മയോടാ സംസാരിക്കുന്നേ, അത് മറക്കരുത്. നിന്നോട് എങ്ങനെ പെരുമാറിയാലും ഇത് നിന്റെ അമ്മയല്ലാതെ ആവുന്നില്ല. അമ്മയോട് സംസാരിക്കുമ്പോ വാക്കുകളിലൊരു ബഹുമാനം ഉണ്ടാവണം. ആ ബഹുമാനത്തോടുകൂടി മര്യാദയോടുകൂടി വേണം അമ്മയോട് സംസാരിക്കാൻ. അല്ലാതെ വഴിയെ പോകുന്നൊരു സ്ത്രീയോട് സംസാരിക്കുന്ന പോലെയല്ല സംസാരിക്കേണ്ടത്. മനസ്സിലായോ? അമ്മ ചിരവ് കൊണ്ട് നിന്റെ തലക്കടിച്ചിട്ട് നീ ചാകാറായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ ബഹുമാനത്തോടും മര്യാദയോടും കൂടി മാത്രം നീ സംസാരിക്കത്തുള്ളൂ. ബഹുമാനവും മര്യാദയും അത് അർഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഇനി അമ്മയോട് പറയാനുള്ളത്, അമ്മ എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് തുള്ളുന്നേ? ശ്രീയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാന്ന്? അത് വർമ്മ സാർ അറിഞ്ഞ എന്തായിരിക്കും ഭവിഷ്യത്തെന്ന് ചിന്തിക്കുന്നുണ്ടോ? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല അമ്മേ, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുവോ? കാര്യങ്ങൾ സിമ്പിളാ. ഈ പറഞ്ഞത് മനസ്സിലാക്കിയ അമ്മയ്ക്ക് നല്ലത്. രാജുവേട്ടന് അച്ഛനെ അമ്മയും ജീവന അവർക്ക് വേദനിച്ച രാജുവേട്ടനും വേദനിക്കും. ഋതികയ്ക്ക് രാജുവേട്ടന് ജീവന, രാജുവേട്ടന് വേദനിച്ച ഋതികയ്ക്കും വേദനിക്കും. ഋതികയെ വർമ്മ സാറിന് ജീവന, അത് പുറമെ കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഋതികയ്ക്ക് വേദനിച്ച വർമ്മ സാറിനും വേദനിക്കും. അധികാരം കയ്യിലുള്ള ഒരാൾക്ക് വേദനിച്ച അയാൾ ആ വേദനയെ സഹിച്ച് വിധിയെ പഴിയും പറഞ്ഞിരിക്കില്ല, പ്രതികരിക്കും. തന്റെ മകളെ വേദനിപ്പിച്ച ഒരാളെ അയാൾ എങ്ങനെ നേരിടുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇനിയും അമ്മ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നും നിർത്തണം. ഞാൻ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അതെല്ലാം അവഗണിച്ച് വീണ്ടും അമ്മ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഋതിക ഉറപ്പായും അത് അവളുടെ അച്ഛനെ അറിയിക്കും.